بسم الله الرحمن الرحيم ألف لام ميم. സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ആയത്താണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഇതുപോലെ പല അധ്യായങ്ങളും ചില അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നുണ്ട്. ഈ അക്ഷരങ്ങൾക്കാണ് അറബിയിൽ അൽ ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയാറുള്ളത്. ഇവ പാരായണം ചെയ്യുമ്പോൾ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ദീർഘത്തിന്റെ ചിഹ്നം ഉള്ള അക്ഷരങ്ങൾ 6 ഹറക്കത്ത് വീതം നീട്ടേണ്ടതാണ്. ഇപ്പോൾ അലിഫ് ലാം മീം എന്ന അക്ഷരങ്ങളിൽ ലാമിന്റെയും മീമിന്റെയും മേലെ ദീർഘത്തിന്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 2 അക്ഷരങ്ങളും 6 ഹറക്കത്ത് നീട്ടേണ്ടതാണ്. അലിഫ് ലാം മീം. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, ലാം ദീർഘിപ്പിച്ചതിന് ശേഷം മീമിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടിന്റെയും ഇടയിൽ ഒന്നയുണ്ട്, അഥവാ 2 ഹറക്കത്ത് വീതം മണിക്കേണ്ടതുണ്ട്. ലാം കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ മീം ദീർഘിപ്പിക്കുന്നതിന് മുമ്പ് അവിടെ മണിക്കുകയാണ് വേണ്ടത്. ഒന്നുകൂടിയും നമുക്ക് ഈ ആദ്യത്തെ ആയത്ത് കേൾക്കാം. അലിഫ് ലാം മീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ഖാതിമിൻ നബിയ്യീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. സഹോദരങ്ങളെ, ഇന്ന് സൂറത്തുൽ ബഖറയിലെ 1-ാമത്തെ ആയത്താണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കാൻ പോകുന്നത്. അലിഫ് ലാം മീം. അറബി അക്ഷരങ്ങളിലെ അലിഫ്, ലാം, മീം എന്ന 3 കേവല അക്ഷരങ്ങൾ കൊണ്ടാണ് സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ ഖുർആനിലെ 29 സൂറത്തുകളുടെ ആരംഭത്തിൽ ഇതുപോലെയുള്ള കേവല അക്ഷരങ്ങൾ കൊണ്ട് സൂറത്തുകൾ തുടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ കേവല അക്ഷരങ്ങൾക്ക് ശേഷം തുടർന്നു വരുന്ന വാക്യങ്ങൾക്ക് ഘടനാപരമായോ അർത്ഥപരമോ ആയ ഒരു ബന്ധവുമില്ലാത്തതുകൊണ്ട് ഈ കേവല അക്ഷരങ്ങളെ അറബിയിൽ അൽ ഹുറൂഫുൽ മുഖത്തഅ എന്നാണ് സാങ്കേതികമായി പറയാറുള്ളത്. വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ എന്നാണ് അൽ ഹുറൂഫുൽ മുഖത്തഅക്ക് മലയാളത്തിൽ നൽകാൻ കഴിയുന്ന അർത്ഥം. അൽ ഹുറൂഫുൽ മുഖത്തഅ ആയിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ വന്ന ഹറഫുകൾ, അക്ഷരങ്ങൾ, അത് നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ചില സൂറത്തുകളുടെ ആരംഭത്തിൽ ഒരക്ഷരം കൊണ്ട് മാത്രം തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. ഉദാഹരണത്തിന് സ്വാദ്, നൂൻ, ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ 1-ാമത്തെ ആയത്തായി തുടങ്ങുന്ന അധ്യായങ്ങളുണ്ട്. ചില സൂറത്തുകളുടെ ആരംഭത്തിൽ 2 അക്ഷരം കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. ഉദാഹരണം ഹാമീം, ത്വാഹ എന്നിങ്ങനെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് 1-ാമത്തെ ആയത്ത് തുടങ്ങുന്ന അധ്യായങ്ങൾ. ഇതുപോലെ 3 അക്ഷരങ്ങൾ കൊണ്ടും 4 അക്ഷരങ്ങൾ കൊണ്ടും 5 അക്ഷരങ്ങൾ കൊണ്ടും ഒക്കെ ആയിക്കൊണ്ട് ആരംഭിക്കുന്ന
അധ്യായങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അറബി അക്ഷരമാലയിലുള്ള 28 അക്ഷരങ്ങളിൽ അതിന്റെ പകുതി ഭാഗമായ 14 അക്ഷരങ്ങളാണ് അൽ ഹുറൂഫുൽ മുഖത്ത ആയിക്കൊണ്ട് സൂറത്തുകളുടെ ആരംഭത്തിൽ വന്നിട്ടുള്ളത്. എത്ര? 14 അക്ഷരങ്ങളാണ് അൽ ഹുറൂഫുൽ മുഖത്ത ആയിക്കൊണ്ട് സൂറത്തുകളുടെ ആരംഭത്തിൽ വന്നിട്ടുള്ളത്. ആ 14 അക്ഷരങ്ങളാണ് അലിഫ്, ലാം, മീം, സ്വാദ്, റോ, ഖാഫ്, ഹ, യാ, ഐൻ, ത, സീൻ, ഹ, ഖാഫ്, നൂൻ. ഈ 14 അക്ഷരങ്ങളാണ് അൽ ഉറൂഫുൽ മുഖത്ത ആയിക്കൊണ്ട് സൂറത്തുകളുടെ ആരംഭത്തിൽ വന്നിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിൽ അൽ ഉറൂഫുൽ മുഖത്ത ആയി വന്ന ഹറഫുകൾ, അക്ഷരങ്ങൾ, അത് അലിഫാണ്, ലാമാണ്, മീമാണ്. ഈ 3 അക്ഷരങ്ങളാണ്. ഈ 3 അക്ഷരങ്ങൾ കൊണ്ടാണ് സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത്. സഹോദരങ്ങളെ, ഇത്തരം അക്ഷരങ്ങളെ പറ്റി പ്രധാനമായും 2 അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിൽ നിലവിലുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം, ഈ ഹർഫുകൾ അതിൽ ചില സാരങ്ങളും സൂചനകളും അടങ്ങിയിട്ടുണ്ട് എന്നാണ്. ആ സാരങ്ങളും സൂചനകളും നമ്മൾ ചിന്തിച്ചും പരിശോധിച്ചും മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ഈ അക്ഷരങ്ങളുടെ വ്യാഖ്യാനത്തിലോ അവയിൽ അടങ്ങിയ സൂചനാ രഹസ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിലോ ഈ പണ്ഡിതന്മാർക്ക് ഒരു യോജിച്ച അഭിപ്രായത്തിലെത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മറിച്ച് അതിന്റെ വ്യാഖ്യാനത്തിലും മറ്റും വ്യത്യസ്തമായ സമീപനങ്ങളാണ് ഈ പണ്ഡിതന്മാർക്കിടയിലുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ വിഭാഗം പണ്ഡിതന്മാർ പറയുന്ന അഭിപ്രായത്തിലെ വളരെ പ്രസക്തമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അൽ ഹുറൂഫുൽ മുഖത്തആയി വന്ന ഹറഫുകൾ, ആ അക്ഷരങ്ങൾ, അത് എല്ലാവർക്കും സുപരിചിതമാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ 14 അക്ഷരങ്ങൾ. ഇതുപോലെയുള്ള അക്ഷരങ്ങളാൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥം തന്നെയാണ് പരിശുദ്ധ ഖുർആൻ. എന്നാൽ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥമോ ഇതിലെ ഒരു അധ്യായം പോലെയുള്ള ഒരു ഭാഗമോ നിങ്ങളൊന്ന് കൊണ്ടുവരൂ എന്നിങ്ങനെ സത്യനിഷേധികളായ ശത്രുക്കളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഈ അക്ഷരങ്ങൾ ചില ഭാഷാ പണ്ഡിതന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളും ഈ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതൊരു വെല്ലുവിളിയായിക്കൊണ്ട് ഈ അക്ഷരങ്ങൾ സത്യനിഷേധികളായ ശത്രുക്കളോട് ഇതുപോലെയുള്ള ഒരു അധ്യായം അല്ലെങ്കിൽ ഒരു ഭാഗം കൊണ്ടുവരുവാനുള്ള വെല്ലുവിളിയായിക്കൊണ്ട് പറഞ്ഞതാണ് എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രാമാണികരായ പല പണ്ഡിതന്മാരും ഈ അഭിപ്രായം സ്വീകരിച്ചിട്ടുള്ളതിൽ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സഹോദരങ്ങളെ, എല്ലാവർക്കും സുപരിചിതമായ അറബിയിലുള്ള ഇത്തരം കേവലാക്ഷരങ്ങൾ, അവ കൊണ്ട് സംഘടിപ്പിക്കപ്പെടുന്ന വാക്കുകൾ, അതുപയോഗിച്ചുകൊണ്ടാണ് അറബിയിലുള്ള എല്ലാ ഗദ്യ പദ്യ സാഹിത്യങ്ങളും രൂപം കൊണ്ടിട്ടുള്ളത്. എന്നാൽ ഇതേ അക്ഷരങ്ങളും വാക്കുകളും ചേർന്നു തന്നെയാണ് പരിശുദ്ധ ഖുർആനും നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതുവരെ ഇതിന്റെ ഒരു ആയത്തിനോടോ ഏതെങ്കിലും ഒരു ഭാഗത്തോടോ കിടപിടിക്കുന്ന ഒരു കൃതി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഇതുവരെ ആർക്കും കഴിയാത്തത്, ഇനി ലോകാവസാനം വരെ അങ്ങനെ ഒന്ന് സമർപ്പിക്കുവാൻ വേണ്ടി കഴിയാത്തത്, അത് പരിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതക്ക് സ്പഷ്ടമായ തെളിവാണ് എന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നത് നമുക്ക് കാണാം. ഒരു മഹാൻ പ്രസ്താവിച്ചതായി ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയുകയാണ്. നമുക്കത് കാണാൻ കഴിയും ഇബ്നു കസീർ റഹിമഹുല്ലയുടെ തഫ്സീറിൽ. ഈ അക്ഷരങ്ങളെ ഒരു പ്രയോജനവുമില്ലാതെ അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല എന്ന കാര്യം നിസ്സംശയമാണ്. തീരെ അർത്ഥമില്ലാതെ വെറും ആരാധനാപരമായത് വല്ലതും ഖുർആനിലുണ്ട് എന്ന് ആരെങ്കിലും പറയുന്ന പക്ഷം അത് വമ്പിച്ച ഒരു അബദ്ധമാണ്. അപ്പോൾ ആ അക്ഷരങ്ങൾക്ക് എന്തോ അർത്ഥമുണ്ടെന്ന് തീർച്ചയാണ്. എന്നാൽ പാപവിമുക്തനായ ആളിൽ നിന്ന്, അതായത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വല്ലതും നമുക്ക് ശരിയായി വന്നു കിട്ടിയാൽ നാം അതുപ്രകാരം പറയും. അതില്ലാത്ത പക്ഷം നാം നിൽക്കുന്നിടത്ത് തന്നെ നാം നിൽക്കുകയും ചെയ്യും. ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ, നാം അതിൽ വിശ്വസിച്ചിരിക്കുന്നു, എല്ലാം നമ്മുടെ റബ്ബിൽ നിന്നുള്ളതാണ് എന്ന് നാം പറയുകയും ചെയ്യും. ഒരു നിശ്ചിതമായ അഭിപ്രായത്തിൽ പണ്ഡിതന്മാർ പോലും ഏകോപിച്ചിട്ടില്ല, അവർ ഭിന്നിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രേഖാമൂലം വല്ലവർക്കും വല്ല അഭിപ്രായവും വ്യക്തമാക്കി കിട്ടിയാൽ അയാളത് പിൻപറ്റേണ്ടതാണ്. ഇല്ലെങ്കിൽ കാര്യം വ്യക്തമാകുന്നത് വരെ മൗനമായി നിലകൊള്ളുകയാണ് വേണ്ടത് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു ജ്ഞാനിയുടെ വാക്കെടുത്ത് ഉദ്ധരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ വളരെ വ്യക്തമാണ് എന്നർത്ഥം. കൃത്യമായ ഒരു രേഖാമൂലം ഒരു അഭിപ്രായം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അലിഫ് ലാം മീം എന്ന
എന്നതിന്റെ അർത്ഥവുമായി വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കിട്ടുകയാണ് എങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണം, അത് നമ്മൾ പിൻപറ്റണം. എന്നാൽ അതില്ല എങ്കിൽ അവിടെ മൗനമായി നിലകൊള്ളുകയാണ് വേണ്ടത് എന്നതാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ ഇവിടെ ഈ ജ്ഞാനിയുടെ വാക്കെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടത് രണ്ടാമത്തെ ഒരു അഭിപ്രായമാണ്. അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിൽ നിക്ഷേപിച്ചു വച്ചിട്ടുള്ള ഒരു രഹസ്യമാണ് അത് എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. എങ്ങനെ? അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിൽ നിക്ഷേപിച്ചു വച്ചിട്ടുള്ള ഒരു രഹസ്യമാണത്. അവയിൽ നാം വിശ്വസിക്കണം. അവയുടെ അർത്ഥമോ വ്യാഖ്യാനമോ നമുക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് സഹോദരങ്ങളെ ഒരു അഭിപ്രായമായിക്കൊണ്ട്, രണ്ടിലൊരു അഭിപ്രായമായിക്കൊണ്ട് പണ്ഡിതന്മാർ എടുത്തു പറയുന്നത്. ആരാ ഈ അഭിപ്രായത്തിന്റെ വക്താക്കളായ ആളുകൾ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായം സ്വീകരിച്ച വ്യക്തിയാണ്. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയ പ്രഗത്ഭരായ സ്വഹാബികൾ, അതുപോലെ തന്നെ ഈ സ്വഹാബികളിൽ നിന്നും നേർക്കുനേരെ ദീൻ പഠിച്ച താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖരായ പണ്ഡിതന്മാർ, ഇമാം ശഅബി റഹിമഹുള്ളയെ പോലെയുള്ള, സുഫിയാൻ സൗരി റഹിമഹുള്ളയെ പോലെയുള്ള പ്രഗത്ഭരായ താബിഈകളിൽപ്പെട്ട അറിയപ്പെട്ട പണ്ഡിതന്മാർ, അതുപോലെ തന്നെ പല ഖുർആൻ വ്യാഖ്യാനം നിർവഹിച്ച പ്രഗത്ഭരായ ഒരു വിഭാഗം പണ്ഡിതന്മാർ സ്വീകരിച്ച അഭിപ്രായം ഇതാണ്. അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിൽ നിക്ഷേപിച്ചു വച്ചിട്ടുള്ള ഒരു രഹസ്യമാണ് ഈ ഹർഫുകൾ, ഈ അക്ഷരങ്ങൾ. അവയിൽ നാം വിശ്വസിക്കണം. അവയുടെ അർത്ഥമോ വ്യാഖ്യാനമോ നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട പ്രഗത്ഭരായ സ്വഹാബികൾ അവർ ഈ രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത്, നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിയും ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇതും എടുത്ത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഏതായാലും സഹോദരങ്ങളെ, ഈ കേവലാക്ഷരങ്ങളെ സംബന്ധിച്ച് സ്വീകാര്യമായ വന്ന ഒരു ഹദീസ് നമ്മൾ ഇതോടൊപ്പം ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന്, അതായത് ഖുർആനിൽ നിന്നും ആരെങ്കിലും ഒരു അക്ഷരം ഓതിക്കഴിഞ്ഞാൽ ഫലഹു ബിഹി ഹസനാത്ത്, അവന് അതുകൊണ്ട് ഒരു പുണ്യമുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഒരു പുണ്യം അതിന്റെ 10 ഇരട്ടിയാണ്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നത് ഒരു അക്ഷരമാണ് എന്ന് ഞാൻ പറയുന്നില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, എന്നാൽ അലിഫ് ഒരു അക്ഷരമാണ്, ലാം ഒരു അക്ഷരമാണ്, മീം ഒരു അക്ഷരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇമാം അൽബാനി റഹിമഹുല്ലാ സ്വഹീഹാണ് ഈ ഹദീസ് എന്ന് വിശേഷിപ്പിച്ചതാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ പരിശുദ്ധ ഖുർആനിൽ ഒരു അക്ഷരം ഓതിക്കഴിഞ്ഞാൽ ആ അക്ഷരം കൊണ്ട് ഒരു പുണ്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ. എന്നിട്ടോ ആ ഒരു പുണ്യം അതിന്റെ 10 ഇരട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അലിഫ് ലാം മീം എന്നത് ഒരു അക്ഷരമാണ് എന്ന് പറയുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മറിച്ച് അലിഫ് ഒരു അക്ഷരമാണ്, ലാം ഒരു അക്ഷരമാണ്, മീം ഒരു അക്ഷരമാണ്. അങ്ങനെ ഒരു അക്ഷരം അള്ളാഹുവിന്റെ കിതാബിൽ നിന്നും നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അവൻ അതുകൊണ്ട് ഒരു പുണ്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു പുണ്യം എന്ന് പറയുന്നത് അതിന്റെ 10 ഇരട്ടി ആയിക്കൊണ്ട്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഓതുമ്പോൾ അവിടെ പണ്ഡിതന്മാർ ഈ ഹദീസ് വെച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്, അലിഫ് ലാം മീം എന്ന ഹർഫുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞിട്ടും അവിടെ ആ അക്ഷരങ്ങളുടെ താല്പര്യം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ അർത്ഥമറിയാതെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നന്മയുണ്ട് എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് പണ്ഡിതന്മാർ സഹോദരങ്ങളെ ഈ ഹദീസ് വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത്. എന്നാൽ അർത്ഥം ഗ്രഹിക്കുവാൻ സാധിക്കുന്ന ആയത്തുകളുണ്ട്. ആ ആയത്തുകളുടെ അർത്ഥം അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാതിരിക്കുന്നത് അത് തെറ്റായ ഒരു കാര്യമാണ് എന്ന് കൂടി ഇതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇരിക്കുന്ന ആയത്തുകൾ അത് ഓതിക്കഴിഞ്ഞാലും സഹോദരങ്ങളെ നമുക്ക് പുണ്യം കിട്ടുന്നതാണ്, പ്രതിഫലം കിട്ടുന്നതാണ് എന്ന് ഈ ഹദീസുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.